നേതാക്കൾ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് പത്മജ വേണുഗോപാൽ. CN ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ തനിക്ക് വേണ്ടി പ്രചാരണം നടത്തിയില്ല. മുതിർന്ന നേതാക്കൾക്ക് തന്റെ തോൽവിയിൽ പങ്കുണ്ടെന്നും പത്മജ വ്യക്തമാക്കി. പക്ഷെ പാർട്ടി പ്രവർത്തകർ എപ്പോഴും ഉണ്ട്, അവരെവിടെയും പോയിട്ടില്ല. പക്ഷെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അവരെ ശക്തമായിട്ട് രംഗത്തിറക്കാനോ സീനിയർ നേതാക്കൾ ആരുമില്ല. അല്ല, അവരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജോലി നോക്കി പോയെന്നേ ഉള്ളൂ. ഞാൻ അവരുടെ അടുത്തൊക്കെ പലരുടെ അടുത്തും പറഞ്ഞതാണ്. അല്ല, ചിലവർ പുറത്തു വന്നു, ഉള്ളിൽ നിന്ന് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ല, പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിയിട്ടുണ്ട് ഇവിടെ. അത് ഇനി ഒരു ദിവസം കൊണ്ടൊന്നും അത് സിമെൻറ്റിട്ട് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. രണ്ടാം തട്ടിലുള്ള നേതാക്കന്മാർ വളരെയധികം സഹകരിച്ചിരുന്നു. പിന്നെ താഴത്തെ തട്ടിലെ പ്രവർത്തകരും സഹകരിച്ചിരുന്നു. മുകളിലത്തേക്കുള്ളതിൽ ഞാൻ ഇപ്പോൾ അഭിപ്രായം എനിക്ക് പറയില്ല. ഞാനത് എൻ്റെ പരാതിയും KPCയിലേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും ഒരാൾ പറഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും. കഴിഞ്ഞ കോർപ്പറേഷൻ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ. തൃശ്ശൂരിലെ ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിൽ ഒരുപക്ഷെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഗ്രൂപ്പ് അസ്വാരസ്യങ്ങളൊക്കെയും പുറത്തേക്ക് വരുന്നു. കൂട്ടത്തോൽവിയിൽ നിന്നും വിശദാംശങ്ങൾ എന്താ ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, പത്മജ വേണുഗോപാൽ പ്രകടിപ്പിച്ച ആ ഒരു പരസ്യ പ്രതികരണം അതിനപ്പുറത്തേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ പത്മജിയിൽ നിന്നാണ് ആദ്യം പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തോൽവിയുടെ ആഘാതം പരിശോധിച്ചാൽ വ്യക്തമായ തോതിൽ കാലുവാരലടക്കം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. പൊതുവെ പരാജയം ഉൾക്കൊള്ളുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള കാലുവാരൽ നടന്നിട്ടുണ്ട് എന്ന് പലരും, തോറ്റ സ്ഥാനാർത്ഥികൾ, ഗ്രൂപ്പ് പ്രതിനിധികളടക്കം ഒരു പൊതുവികാരം പ്രകടിപ്പിക്കുന്നുണ്ടോ? പരസ്യ പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് രഹസ്യമായ ചർച്ചകളടക്കം പൊതുവെ വിലയിരുത്തിയാൽ തീർച്ചയായും പ്രതീക്ഷ തോൽവിയെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിനുള്ളിൽ തൃശ്ശൂരിൽ ഐ ഗ്രൂപ്പിന്റെ പ്രബല വിഭാഗമാണ്. പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിലെ കരുണാകര പക്ഷത്തിന്റെ മുതിർന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ കരുണാകരന്റെ മകൾ കൂടിയായ പത്മജ 6000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, അതും തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ തൃശ്ശൂരിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ മുതിർന്ന നേതാക്കളായ CN ബാലകൃഷ്ണൻ, തേറമ്പിൽ രാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് പത്മജ വേണുഗോപാൽ പരസ്യമായി രംഗത്തെത്തിയിട്ടുള്ളത്. പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകാനോ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ സഹായിക്കാനോ തേറമ്പിൽ രാമകൃഷ്ണനും CN ബാലകൃഷ്ണനും അടക്കമുള്ള നേതാക്കൾ രംഗത്തിറങ്ങിയില്ല. അവർ മുൻപ് കരുണാകരനെ ചതിച്ചതുപോലെ തന്നെയും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി എന്നാണ് പത്മജിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ CN ബാലകൃഷ്ണന്റെ പ്രതികരണം ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത്. CN ബാലകൃഷ്ണൻ പറയുന്നത്, തൃശ്ശൂരിലെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നത് താനും തേറമ്പിൽ രാമകൃഷ്ണനുമാണ്. തങ്ങൾ ഈ പത്മജ അടക്കമുള്ള തൃശ്ശൂരിലെ 13 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പത്മജിയുടെ ഈ പ്രതികരണം തോറ്റതിന്റെ വിഷമത്തിൽ ആണ്. അത്തരത്തിൽ വിഷമമുള്ളത് കൊണ്ട് മാത്രമാണ് പത്മജ മുതിർന്ന നേതാക്കളായ തേറമ്പിലിനെതിരെയും അതുപോലെ തനിക്കെതിരെയും രംഗത്തെത്തിയതെന്ന് CN ബാലകൃഷ്ണൻ പറയുന്നു. അതോടൊപ്പം തോൽവി ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് KPCC നേതൃത്വം അന്വേഷിക്കട്ടെ. അവർ അന്വേഷിച്ച് ശിക്ഷിക്കുന്നവരുടെ പട്ടികയിൽ താനും തേറമ്പിൽ രാമകൃഷ്ണനും ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു പ്രതികരണവും ഇപ്പോൾ മന്ത്രി CN ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി ഈ നേരിട്ട ഒരു ഏറ്റുമുട്ടൽ, നേരിട്ട് പരസ്യമായിട്ടുള്ള ഒരു വാഗ്വാദത്തിലേക്കാണ് തൃശ്ശൂരിലെ തോൽവി വീണ്ടും എത്തിക്കുന്നത്. ഇപ്പോൾ ജില്ലയിലെ മറ്റ് നേതാക്കൾ അതായത് ദിൽജിത്ത് കഴിഞ്ഞ ഒരു 6-8 മാസങ്ങൾക്ക് മുൻപുണ്ടായ സാഹചര്യങ്ങൾ, അവിടെ തൃശ്ശൂരിൽ ഒരുപക്ഷെ കൊലപാതകം അടക്കമുണ്ടായ സാഹചര്യത്തിൽ എത്രത്തോളം ഗുരുതരമായ രീതിയിലേക്ക് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ജില്ലയിൽ പോയോ, അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ അത് സൈലന്റ് ആയിട്ടുള്ള അതിന്റെ അടിയൊഴുക്കുകളാണ് ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചതും. ഇനിയും അതിൻ്റെ കൂടുതൽ മൂർധന്യാവസ്ഥയിലേക്ക് ഗ്രൂപ്പ് രാഷ്ട്രീയം, തൃശ്ശൂരിലെ രാഷ്ട്രീയം പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന സൂചനകൾ, പ്രതികരണങ്ങളാണ് എന്തായാലും ഇപ്പോൾ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായും പ്രതീക്ഷ, AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കിന് ഏറ്റവും ഖ്യാതി കേട്ടിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. എന്നാൽ അതിനപ്പുറത്ത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഐ ഗ്രൂപ്പ് രണ്ടായി പിളരുകയും ഈ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഐ ഗ്രൂപ്പിനുള്ളിൽ വിഭാഗീയത ഉണ്ടായിരിക്കുകയും 2 തട്ടിലായി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. തുടർന്ന് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ ജില്ലയിൽ എത്തുന്നതിനെതിരെ മന്ത്രി CN ബാലകൃഷ്ണന്റെ പരസ്യ പ്രസ്താവന കൂടി ഉണ്ടായി. അത്തരത്തിലൊരു പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി തന്നെയാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള പത്മജ വേണുഗോപാൽ ജില്ലയിൽ മത്സരത്തിനിറങ്ങിയത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ മുതിർന്ന നേതാക്കളായ CN ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ തേറമ്പിൽ രാമകൃഷ്ണൻ, പ്രത്യേകിച്ച് തേറമ്പിൽ രാമകൃഷ്ണൻ 25 വർഷക്കാലമായി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ആ മണ്ഡലത്തിൽ തേറമ്പിലിനെ മാറ്റി നിർത്തി പത്മജിയെ കൊണ്ടുവരുമ്പോൾ തേറമ്പിലിന്റെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ച് പത്മജിയുടെ ആദ്യ പ്രചരണ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇവർ രണ്ടുപേരും കാര്യമായി തന്നെ പങ്കെടുത്തിരുന്നില്ല. പത്മജ ഇവരുടെ സഹായം ആവശ്യപ്പെട്ടതായുള്ള പ്രതികരണങ്ങൾ വരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരു സഹായവും പ്രത്യേകിച്ച് കരുണാകരന്റെ മകൾ എന്നുള്ളൊരു പരിഗണന പോലും ലഭിച്ചിരുന്നില്ല. അത്തരത്തിൽ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിനുള്ളിൽ നിന്ന് തന്നെ ആ ഒരു രീതിയിൽ തനിക്ക് പുറത്തു നിന്നുള്ള ഒരാളെന്ന നിലയിൽ തനിക്ക് യാതൊരു സഹായവും ലഭിച്ചില്ല എന്നൊരു പരാതിയാണ്. ദിൽജിത്ത്, എന്തായാലും തൃശ്ശൂരിലെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ സങ്കീർണതയിലേക്കും പൊട്ടിത്തെറിയിലേക്കും പോകുന്നു. അതാണ് പത്മജയുടെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.